ഹലോ, ഇന്ന് സ്റ്റോണൊക്കെ ആയിട്ട് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഞാനിന്ന് ഇയറിങ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പേപ്പറിൽ സർക്കിൾ വരച്ചതിന് ശേഷം അതിൻ്റെ പുറത്താണ് OHP ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മുകളിൽ നമ്മുടെ ഗ്ലൂ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ B7000 ആ ഒരു ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കറക്റ്റ് സർക്കിളിൽ വരയ്ക്കുവാണ്. ഞാൻ വരച്ചെന്നാലും എനിക്ക് ഈ സർക്കിൾ കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇങ്ങനത്തെ പ്രശ്നം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ മുന്നേ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെ ഞാൻ പേപ്പർ കമ്മൽ ഉണ്ടാക്കി സെയിലൊക്കെ ചെയ്യുമായിരുന്നേ. അതിൻ്റെ ഒരു കോൺഫിഡൻസിലാണ് ഇപ്പോൾ ഈ ഒരു കമ്മൽ ഉണ്ടാക്കുന്നത്. എനിക്കങ്ങനെ വലുതായിട്ട് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല, ചെറുതായിട്ട് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്നെപ്പോലെ ബിഗിനേഴ്സിനൊക്കെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു കിടിലം ഇയറിംഗ് ആണ്. അപ്പോൾ ഞാനിതിൻ്റെ പശയുടെ മുകളിലോട്ട് ഈ ഒരു സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് പാടായിരുന്നു എനിക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇതെനിക്ക് സർക്കിളിലൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ കമ്മലൊക്കെ വീട്ടിൽ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഉണ്ടാക്കുന്ന കറക്റ്റ് ഇങ്ങനെ പെർഫെക്റ്റ് ആണെന്നൊന്നും പറയുന്നില്ല, എനിക്ക് അറിയുന്ന പോലെ ഞാൻ ട്രൈ ചെയ്യുവാണ്. അപ്പോൾ ഞാൻ മുന്നേ 1-2 കമ്മൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസിലാണ് വീഡിയോ ഒക്കെ എടുത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഏകദേശം ഞാൻ ഒരു സർക്കിളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് സർക്കിളായിട്ട് തോന്നുന്നോ അതോ വേറെ എന്തെങ്കിലും ഷേപ്പായിട്ടാണോ തോന്നുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാനിനി അതിൻ്റെ സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണേ. ആ സർക്കിളിൻ്റെ ഫുള്ളായിട്ട് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം ഞാൻ ഈ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഈ ഒരു സ്റ്റോണാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കറക്റ്റ് പേര് അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ പേരും ഡീറ്റെയിൽസും അറിയണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ആ ഒരു സ്റ്റോൺ ആ സർക്കിളിൻ്റെ ചുറ്റും ഫുള്ളായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുവാണേ. വീഡിയോ കുറച്ച് ലെങ്ത് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. അഥവാ കൂടുതൽ ലെങ്തായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മുകളിൽ സ്പീഡിലിട്ട് കാണേണ്ട ഓപ്ഷനുണ്ട്, അതുവഴി കുറച്ച് സ്പീഡിലിട്ട് കാണാം. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നല്ലപോലെ മനസ്സിലാവും. അപ്പോൾ ഞാൻ ബാക്കി ഫുള്ളായിട്ട് സ്റ്റോൺസ് ആ സർക്കിളിന് ചുറ്റും ഒട്ടിച്ചെടുക്കുവാണേ. ലാസ്റ്റ് വന്നപ്പോഴത്തേനും ആ സ്റ്റോൺ ഒട്ടിക്കാൻ സ്പേസ് ഇല്ലായിരുന്നേ. പിന്നെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ആ സ്റ്റോൺ കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സർക്കിൾ ഫിനിഷ് ചെയ്തിട്ടുള്ള ലുക്ക്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഇതിനായിട്ട് ഒരു സ്റ്റഡാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇനി ഇതിലോട്ട് ആദ്യം തന്നെ വൈറ്റ് കളർ സർക്കിൾ ബീഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ വെച്ചപ്പോഴത്തേനും അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടായില്ലേ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പശയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത് വയ്ക്കുന്ന സ്റ്റോൺസ് ഒന്നും അവിടെ ഇരിക്കുന്നുണ്ടായില്ല, അതെല്ലാം എൻ്റെ കയ്യിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുമായിരുന്നു. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് അതിനവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഒരു 5 ബീഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ തൊട്ടടുത്ത് കാണിച്ചിരിക്കുന്ന ആ സെയിം മോഡലിലാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു സിമ്പിൾ ഡിസൈനാണ്. അതാണ് ഞാൻ ഈ ഡിസൈൻ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേറെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഇതിൻ്റെ സ്റ്റോൺ ഇവിടെ അടുത്തൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇവിടെ അടുത്തൊന്നും കിട്ടാനില്ല. ഞാനിതൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സ്റ്റഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്തു വെച്ചതിൻ്റെ OHP ഷീറ്റ് സൈഡ് പോർഷനിലൊക്കെ ഉള്ളത് കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ടോയിൻ കട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് പാടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാക്സിമം പറ്റുന്നതൊക്കെ ഇത് വെച്ച് തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കാറാണ് പതിവ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ കട്ട് ചെയ്യുന്നവർ വേറെ ഉണ്ടാവും, പക്ഷേ എനിക്കങ്ങനെ വലിയ രീതിയിൽ അറിയത്തില്ല. അപ്പോൾ എനിക്ക് അറിയാവുന്ന രീതിയിലാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിലാണോ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നതെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനും കൂടെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിലെ മിഡിലുള്ള പോർഷന് ഞാൻ പറ്റുന്നത് പോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യാൻ പറ്റാത്തത് ഞാൻ ഇതുപോലൊരു തിരി വെച്ചാണ് ബാക്കി പോർഷനൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ഇത് കാണുന്ന കൊച്ചുകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്നും ഒറ്റയ്ക്ക് ട്രൈ ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും മെത്തേഡ് വഴിയാണോ ഇങ്ങനെ ചെയ്യുന്നത്, അതോ ഈ സെയിം മെത്തേഡ് വഴിയാണോ ചെയ്യുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറെ എന്തെങ്കിലും മെത്തേഡ് ആണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കങ്ങനെ വേറെ മെത്തേഡൊന്നും അറിയത്തില്ല, ഞാൻ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ മിഡിലുള്ള പോർഷനും ഞാൻ തിരിവെച്ചാണ് ചെയ്തെടുക്കുന്നത്. എനിക്കത് പെർഫെക്റ്റായിട്ട് കിട്ടാറുണ്ട്, കുറച്ച് പെർഫെക്റ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് ഇത് പെർഫെക്റ്റായിട്ട് തോന്നുന്നോ ഇല്ലേന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ രണ്ടും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ സ്റ്റഡും ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. മാക്സിമം പറ്റുന്ന അത്രയും ഞാൻ കട്ട് ചെയ്ത് മാറ്റും. ബാക്കി പോർഷൻ തിരി കൊണ്ടാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. 2 സ്റ്റഡ് ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ലോങ് വീഡിയോ ചെയ്യുമ്പോഴുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ എനിക്ക് ബാക്കി പോർഷൻ സംസാരിക്കാൻ അറിയത്തില്ല. കുറച്ച് വരുമ്പോഴത്തേന് ഇനി ഒന്നും സംസാരിക്കാൻ ഇല്ലാത്ത പോലെയൊക്കെ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ രണ്ടും ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റി എടുത്ത് വച്ചിട്ടുണ്ട്.
ഇനി ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന സ്റ്റഡിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റഡ് ബേസ് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒട്ടിക്കാൻ സിമ്പിളാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്ന്. അതുപോലെ തന്നെ 2 സ്റ്റഡ് ഞാൻ ഒട്ടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സാധനത്തിൻ്റെ പേരെനിക്കറിയത്തില്ല. പേരറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത് എനിക്ക് വേണ്ടാത്തത് കാരണം ഞാൻ അതിൻ്റെ ആവശ്യമുള്ള പോർഷൻസ് വെച്ചിട്ട് ബാക്കി പോർഷൻ കട്ട് ചെയ്ത് മാറ്റുവാണേ. അപ്പോൾ ഞാൻ ആവശ്യമുള്ള പോർഷൻസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ കാണുന്നത് പോലെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സ്റ്റഡിൽ ഈ ഒരു ഷേപ്പിലാണ് ഒട്ടിച്ചെടുത്തത്. അതുപോലെ തന്നെ ബാക്കി പോർഷനിലും ഈ സെയിം സാധനമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് ഇത് ഉണ്ടാക്കിയ ടൈമിന് എനിക്കിത് എങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്ന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുവാണേ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്നു അതോ ടഫായിട്ട് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോയിലൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇത് ഉണ്ടാക്കുന്നത് സിമ്പിളല്ല, കുറച്ച് നല്ല പാട് തന്നെയാണ്. എന്തായാലും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ABCD പോലും അറിയാത്ത ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കാട്ടും നല്ലതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഒരുമിച്ചാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ അതോ ഒന്നും മനസ്സിലായില്ലേ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.